ആരോഗ്യവും ആയുസ്സും പടച്ചിറപ്പ് നൽകട്ടെ എന്ന് കൊണ്ട് ഈ ഒരു അവസരത്തിൽ എത്തിപ്പെടാൻ പറ്റിയതിൽ എന്റെ പേര് യൂനുസ്, ഞാൻ ആലിങ്കൽ സ്വദേശിയാണ്. ഈ അവസരത്തിൽ എത്തിയിട്ട് 2 വർഷമായി. സോണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ വർക്ക് ചെയ്യുന്നു. നിലവിൽ ട്രഡീഷണൽ മാർക്കറ്റിൽ നിന്നും ഗൾഫ് മേഖലയിലൊക്കെ അവസാനിച്ച് ഇതൊരു വളരെ മികച്ച രീതിയിൽ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അൽഹംദുലില്ലാ, ഈ അവസരം എനിക്ക് തന്നിട്ടുള്ള ഒരു ഗ്രേറ്റ് ലീഡറാണ് ഇന്ന് ഈ സെക്ഷൻ എടുക്കാൻ പോകുന്നത്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ആ ഗ്രേറ്റ് ലീഡറെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. മേലാറ്റൂരിന്റെ അഭിമാനമായ ഞങ്ങളെയൊക്കെ റോൾ മോഡൽ ആയിക്കൊണ്ടിരിക്കുന്ന ഉമ്മർ സാർ മേലാറ്റൂരിനെ ഈ ഐപ്ലസ് മീറ്റിലേക്ക് സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം ഉമ്മർ സാർ. ഓക്കെ, ഒരു മിനിറ്റ്. വളരെയധികം സന്തോഷമുണ്ട് ഈ ബിസിനസ്സിൽ വന്ന്. ബിസിനസ് വളരെ ഒരു പാഷനായിട്ട് വളരെ സീരിയസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന മേലാറ്റൂർ ടൈറ്റൻസിലെ ഗ്രേറ്റ് ലീഡറാണ്. അടുത്തു തന്നെ STCയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡറും കൂടിയാണ്. നല്ല രീതിയിൽ പരിചയപ്പെടുത്തി അടുത്ത STC എന്ന റാങ്കിലേക്ക് എത്രയും വേഗത്തിൽ അച്ചീവ്മെന്റ് ചെയ്തെത്തട്ടെ എന്ന് ആത്മാർത്ഥം പ്രാർത്ഥിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. SPGയിലെ എല്ലാ സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി പടച്ചതമ്പുരാൻ അനുഗ്രഹം കൊണ്ട് ഈ ഒരു ഐപ്ലസ് മീറ്റിന് വരാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ആരോഗ്യം, ആയുസ്സും അതുപോലെ തന്നെ സർവശക്തിന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കണം. ഏകദേശം 2.5 വർഷം കഴിഞ്ഞു ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വന്നിട്ട്. വളരെ ശക്തമായിട്ട് തന്നെ ഈ ബിസിനസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ടീമും അതുപോലെ തന്നെ ലീഡേഴ്സിന്റെ ഒക്കെ പൂർണ്ണ സപ്പോർട്ട് കൊണ്ട് തന്നെ വളരെ ശക്തമായി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനൊരു പ്രവാസിയായിരുന്നു. ഏകദേശം 25 വർഷത്തിലധികം സൗദിയിലെ ജിദ്ദയിലായിരുന്നു ജോലി. അതുപോലെ തന്നെ നാട്ടിൽ വന്ന് കൃത്യമായ ഒരു ജോലിയിലും അകപ്പെടാത്തൊരു സമയത്താണ് ഈ ഒരു അവസരം എനിക്ക് കിട്ടിയത്. എന്റെ മെന്ററും ഗ്രേറ്റ് ലീഡറുമായ ഇന്ന് ഇന്ത്യൻ ഡയറക്ടറിൽ തന്നെ വനിതകൾക്ക് ഒരു മാതൃകയായിക്കൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ലീഡർ NTC ആയിഷ മാഡം, അവരിൽ നിന്നാണ് എനിക്ക് അവസരം കിട്ടിയത്. അതുപോലെ തന്നെ SPGയിലെ വളരെയധികം നോക്കുന്ന ടൈറ്റാൻസ് ടീമിന്റെ അമരക്കാരൻ നിഷാൻ സാറിലും അവരുടെ കൂടെയുള്ള ശക്തമായിട്ടുള്ള ആ ഒരു നിർദ്ദേശപ്രകാരമുള്ള ആ ഒരു പ്രവർത്തനം, അതുകൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്ക് ഈ വേദിയിൽ എത്താൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഈ ഒരു ഓർഗനൈസേഷന്റെ ഫൗണ്ടർ മനോജ് കുമാർ സാർ, അതുപോലെ തന്നെ ലതാ മേഡം, എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. എല്ലാവർക്കും നന്ദിയും കടപ്പാടും ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എന്റെ ടീം ലീഡേഴ്സ്, അതുപോലെ തന്നെ വളരെ ശക്തമായി ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമിലെ മറ്റു ലീഡേഴ്സ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതുപോലെ തന്നെ എല്ലാ സഹോദരങ്ങൾക്കും ആകാംക്ഷികൾക്കും സർവസ്വത്തിന്റെ പേരിൽ നന്ദിയും കടപ്പാടും ഞാൻ എല്ലാവർക്കും അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്
നമ്മുടെ ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഒരു കാര്യമാണ് നമ്മൾ പ്രോഗ്രാമിന് പരമാവധി പ്രൊമോഷൻ കൊടുക്കുക എന്നുള്ളത്. നമുക്കറിയാലോ, ഈ ഏതൊരു സാധാരണക്കാരനെയും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള ആ ഒരു മേഖല എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പ്രോഗ്രാംസുകൾ പരമാവധി വിനിയോഗിക്കുക എന്നത് തന്നെയാണ്. അപ്പൊ നമുക്കറിയാം, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വന്നിട്ട് എന്നതിന് ശേഷം നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറായി എന്നതിന് ശേഷം ഉണ്ടാകുന്ന NDO എന്നുള്ള പ്രോഗ്രാംസുകൾ, പുതുതായി വന്ന ആൾക്കാർക്ക് വേണ്ടി അവയർനെസ് കൊടുക്കുന്ന ഈ വേദി ഏതൊരാളും വിനിയോഗിക്കേണ്ടത് തന്നെയാണ്. നമ്മൾ NDOക്ക് പങ്കെടുക്കാതെ അല്ലെങ്കിൽ NDOക്ക് പങ്കെടുപ്പിക്കാതെ ഇരുന്ന് കഴിഞ്ഞാല് അത് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ ഈ മേഖലയെ തന്നെ നമുക്ക് നെഗറ്റീവ് പാസ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. എന്നതുകൊണ്ട് തന്നെ പ്രോഗ്രാംസിലേക്ക് ആളെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ബിസിനസിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ. NDO എന്ന് പറഞ്ഞാല് പുതുതായിട്ട് വന്നവർക്കുള്ള അവയർനെസ് വേദിയാണെങ്കിൽ പോലും നിലവിലെ ലീഡേഴ്സിനും അതുപോലെ തന്നെ നിലവിൽ ലീഡറായി കൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർമാർക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു വേദിയും കൂടിയാണ്. അതുകൊണ്ട് NDO മാസത്തിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഇടക്ക് ദിവസങ്ങളിൽ കൊച്ചു ടീമായും അതുപോലെ തന്നെ ഗ്രേറ്റ് ലീഡർമാരുടെ സപ്പോർട്ടോട് കൂടി 2 മാസത്തിൽ നടക്കുന്ന NDO നിർബന്ധമായിട്ടും അത് നമ്മൾ പങ്കെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടീമിലെ ഓരോരുത്തരെയും പങ്കെടുപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും വേണം. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ടീമിൽ പുതുതായി വരുന്നവർക്കും അതുപോലെ തന്നെ നിലവിലെ ലീഡേഴ്സിനും വേണ്ടിയിട്ടുള്ള RTP പോലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അതിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈ ബിസിനസ് എങ്ങനെയാണ് ചെയ്യുക, ജനങ്ങളെ എങ്ങനെ സമീപിക്കും, അതുപോലെ തന്നെ ഈ ബിസിനസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട രീതികൾ, അതുപോലെ തന്നെ ഒരു ലീഡർഷിപ്പിലേക്ക് എങ്ങനെയാണ് എത്തുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ ശക്തമായ രീതിയിലും നമുക്ക് വേണ്ടുന്ന രീതിയിലും പ്രചോദനം നൽകുന്ന RTP പോലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഒരിക്കലും നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പലരും മടി കാണിക്കും, ഒരുപക്ഷെ കുറച്ചെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ചെലവ് വരുന്നത് കാരണം തന്നെ പലരും ഇന്ന് വിട്ടു നിൽക്കാറുണ്ട്. യാതൊരു കാരണവശാലും ലീഡേഴ്സും അതുപോലെ തന്നെ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത ഓരോരുത്തരെയും നിർബന്ധമായും എത്തിക്കേണ്ട ഒരു പ്രോഗ്രാമാണ് RTP പോലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ. അത് ഒരുപക്ഷെ ഇപ്പൊ നമ്മുടെ SBGയിൽ 6 മാസം അതല്ലെങ്കിൽ വർഷത്തിലോ നടക്കുന്ന ഈ പ്രോഗ്രാം യാതൊരു കാരണവശാലും നമ്മൾ വിട്ടുപോകരുത്. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള സീരിയസ് ആയി നിൽക്കുന്ന അതല്ലെങ്കിൽ സീരിയസ് ആവാൻ തുടങ്ങുന്ന ഓരോരുത്തരെയും ആ പ്രോഗ്രാമിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ബിലീഫ് ഉണ്ടാക്കുന്ന, വിശ്വാസം ഉണ്ടാക്കുന്ന ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാമുകളാണ് പ്രാദേശികമായി നടക്കുന്ന BOP, അതുപോലെ തന്നെ ജില്ലാ തലത്തിൽ നടക്കുന്ന GTS ഒക്കെ. നമ്മൾ ഇതിനെ ഒരിക്കലും കുറച്ച് കാണുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ബിസിനസ് ഡെവലപ്പായി കൊണ്ടുപോകാൻ കഴിയില്ല. നമുക്ക് വിളിച്ചാൽ കേൾക്കുന്ന അത്ര ദൂരെയുള്ള BOPകളിൽ പോലും നല്ല രീതിയിലുള്ള ജനസാന്നിധ്യം കണ്ടുവരുന്നില്ല എന്നത് തന്നെയാണ്. പല ഭാഗങ്ങളിലും ഉണ്ട് എങ്കിൽ പോലും വളരെ ശക്തമായിട്ട് തന്നെ ഇത്തരം BOPകളെ നമ്മൾ പ്രൊമോഷൻ ചെയ്യുക തന്നെ വേണം. എന്തെന്ന് വെച്ചാല് ഈ അവസരം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഈ യുവതലമുറ ഏറ്റെടുക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രാദേശിക തലങ്ങളിൽ നടക്കുന്ന BOPകൾ വളരെ ശക്തമായി പ്രൊമോഷൻ ചെയ്താൽ മാത്രമേ
നമ്മുടെ അഡ്രസ്സിൽ ആ BOP നിലനിൽക്കുകയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ആരെങ്കിലും ആയിരിക്കും അതിന്റെ വക്താക്കൾ. നമുക്കറിയാം ഓരോ തലങ്ങളിലും നടക്കുന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ ഓരോ തലങ്ങളിലും നടക്കുന്ന BOP വളരെ ശക്തമായി ഓരോ ഡിസ്ട്രിബ്യൂട്ടർമാർ മുതൽ ലീഡേഴ്സ് വരെ എല്ലാവരും വളരെ ശക്തമായി പ്രൊമോഷൻ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത് നമ്മുടെ നമ്മുടെ ജീവിതം കൊണ്ട് കളിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള BOP-കളിൽ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഈ ഒരു ബിസിനസ് വളർത്താൻ വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു അവിഭാജ്യ ഘടകമാണ് BOP എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ വന്നു പെട്ടു എന്ന് പറയുന്ന പലരുണ്ട്. പക്ഷെ ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് വരാതിരുന്നാല് ഈ ബിസിനസ്സിന് ഏത് തരത്തിലാണ് വളർത്തുക? നമ്മൾ ഒരുപക്ഷെ ഇന്ന് കാണുന്ന നമ്മുടെ SBG സിസ്റ്റത്തിൽ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്, ഇന്ന് പുതുതായിട്ട് വന്നവര്. കാരണം എന്തെന്ന് വെച്ചാൽ പഴയ കാലങ്ങളിൽ പ്രോഗ്രാമുകളൊക്കെ ഒട്ടുമിക്ക പ്രോഗ്രാമുകളും നമ്മുടെ ഈ മലബാർ മേഖലയിൽ കുറവായിരുന്നു. നമുക്കറിയാം, പല ലീഡേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്. GTS കോഴിക്കോട്, അതല്ലാന്നുണ്ടെങ്കിൽ അച്ചീവ്മെന്റ് പ്രോഗ്രാമുകളൊക്കെ എറണാകുളം, ഇത്തരം ദൂര സ്ഥലങ്ങളിൽ പോയിട്ടാണ് അവർ അറ്റൻഡ് ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മള് വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലങ്ങളിൽ ഇന്ന് BOP-കൾ എത്തി തുടങ്ങി. അതുപോലെ തന്നെ GTS നമ്മുടെ തൊട്ട പ്രദേശം മലപ്പുറത്ത് അരമണിക്കൂർ പോയാൽ അല്ലെങ്കിൽ 3/4 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്താൽ മലപ്പുറത്തെത്തി. അപ്പൊ ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് അനുസരിക്കുക എന്നുള്ളത് തന്നെയാണ് ബിസിനസിന്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം. നമുക്കൊക്കെ വിജയിക്കണം, നമ്മളൊക്കെ വിജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ബിസിനസ്സിൽ വന്നിട്ടുള്ളത്. അപ്പോ ഈ ഒരു ലീഡേഴ്സ് നമ്മളെ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അത് നിർബന്ധമായിട്ടും അത് ഏറ്റെടുത്ത് അതിൽ നമ്മളൊരു ഭാഗമാക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ബിസിനസ് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പൊ GTS എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പനി തലങ്ങളിൽ നടത്തുന്ന പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പല മേഖലകളിലെ ബന്ധങ്ങൾ അതിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ BOP എന്ന് പറയുമ്പോൾ പ്രാദേശികമാണെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പ് അതിലേക്ക് അടുപ്പിക്കാൻ കഴിയും. അപ്പൊ ഇത്തരം പ്രോഗ്രാമുകൾ കൃത്യമായി നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് നമ്മൾ പ്രോഗ്രാമിന് വരിക, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെന്റ് പ്രോഗ്രാമിൽ മാത്രം പങ്കെടുക്കുക, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ബിസിനസ് ഡെവലപ്പായി കൊണ്ടുപോകാൻ കഴിയൂല. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് മാനേജ്മെന്റ് ആണ്. ജനങ്ങളിലൂടെയാണ് നമ്മൾ ഈ സർവീസ് നടത്തുന്നത്. അപ്പൊ ഈ ജനങ്ങളെ കൂട്ടപ്പിടിച്ചുകൊണ്ട് കൂട്ടി നിർത്തിയാൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ് വിജയിക്കാൻ പറ്റുള്ളൂ. പല സമയങ്ങളിലും നമ്മള് ഒരാളെ ഇതിലേക്ക് ജോയിൻ ചെയ്ത് വന്നാൽ നമ്മള് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇതിനോട് അനുഭവം അല്ലെങ്കിൽ നമ്മൾ ഒരാളിലേക്കാണ് പോവുക. പക്ഷെ പരമാവധി നമ്മള് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡും ഇതിലേക്ക് ആ മാനസികാവസ്ഥ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടതുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പല മേഖലയിലും പ്രവർത്തിച്ചവരാകാം, ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാവില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് വന്നത് തന്നെ പഠിച്ചിട്ടല്ല കൂടുതൽ പേര് വന്നിട്ടുള്ളത്. ഇതിൽ വന്നിട്ട് പഠിക്കുകയാണ്. ഇതിൽ വന്നിട്ട് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലീഡേഴ്സ് പറഞ്ഞതനുസരിച്ച് ഇത്തരം പ്രോഗ്രാമുകളിലേക്കും അതുപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ നമ്മൾ പങ്കെടുക്കാനും നമ്മുടെ ടീമിനെ പങ്കെടുപ്പിക്കാൻ കഴിയണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുക. അതുപോലെ തന്നെ പ്രോഗ്രാമിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇനി ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ മലബാറിൽ തന്നെ 2018 കോഴിക്കോട് നടന്ന ഭ്രമരം എന്ന പ്രോഗ്രാമിന് ശേഷം വളരെ ശക്തമായിട്ട് ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് നമ്മുടെ മലബാറികൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പ്രോഗ്രാമിന് നമ്മുടെ ഗ്രേറ്റ് ലീഡർമാർ നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. ഗ്രേറ്റ് ലീഡർ CTC ഗ്രേറ്റ് ലീഡർ നിസാൻ സാർ, അതുപോലെ തന്നെ NTC ഗ്രേറ്റ് ലീഡർ അൽതാഫ് സാർ, ഇവരുടെയൊക്കെ പരിശ്രമഫലമായിട്ട് വലിയൊരു മാമാങ്കം 2026 ജനുവരി 13 നമ്മുടെ മഞ്ചേരിയിൽ നടക്കാൻ പോവുകയാണ്. നമുക്കറിയാം ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത
ഡയറക്ട് സെല്ലിങ്ങിന്റെ ഇന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അറിയപ്പെടുന്ന ഇതിഹാസമാണ് നമ്മുടെ മുബീൻ മുഹമ്മദ് ക്രൗൺ ഡയമണ്ട്. അദ്ദേഹം പങ്കെടുക്കുന്ന ആ ഒരു പ്രോഗ്രാമിലേക്ക് പരമാവധി ഓരോ ലീഡേഴ്സും അതുപോലെ തന്നെ ആ ലീഡേഴ്സിന്റെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർമാർ ആരാണെങ്കിലും അവരെയും കൂടി ഒരു അച്ചീവ്മെന്റ് ചെയ്ത് ഓരോരുത്തരും ഒരു അച്ചീവറായി കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇനി മുതൽ നടത്തേണ്ടതുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അറിയാം. പക്ഷേ എങ്കിൽ കൂടി ഈ ഒരു അവസരം നമ്മൾ വിനിയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് വലിയൊരു നഷ്ടമാണ് നമുക്കൊക്കെ ഉണ്ടായിരിക്കുക. കാരണം നമ്മുടെ തൊട്ടടുത്താണ് ഈ പ്രോഗ്രാം വന്നിരിക്കുന്നത്. ഞാൻ ഈ ഒരു അവസരത്തിൽ വന്നിട്ട് 2023 മെയ് 20 നമ്മുടെ എറണാകുളത്ത് വെച്ച് അങ്കമാലിയിൽ വെച്ചൊരു മുബീൻ മുഹമ്മദ് സാറിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഏകദേശം ഒരു ഫാസ്റ്റ് സ്റ്റാർട്ടർ ലെവലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ ഗ്രേറ്റ് ലീഡർ ആയിഷാമൺ അതുപോലെ തന്നെ നിശാന്ത് സാർ ഇവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം അന്ന് 900 രൂപയാണ് ഒരു ടിക്കറ്റിന്. അങ്ങനെ 25 ടിക്കറ്റാണ് ഞാൻ സ്വന്തമായി എടുത്തത്. അത് നമ്മൾ പൈസ കയ്യിലുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല, ഈ ബിസിനസ്സിൽ വിജയിക്കണം എന്നുള്ള ആർത്തിയായ അതിമോഹം കൊണ്ടാണ്. അങ്ങനെ ആ 25 ടിക്കറ്റ് എടുത്തു. മാത്രമല്ല കൂടെ എന്റെ അപ്ലൈൻ ലീഡേഴ്സും അതുപോലെ തന്നെ എല്ലാവരും കൂടി ഒരു ബസ് വിളിച്ച് അങ്ങനെ എറണാകുളം പോയി. അങ്ങനെ അതിൽ കുറച്ചു പേര് ബിസിനസ് ഏറ്റെടുത്തു. പക്ഷെ അതില് തുടർച്ചയായ ഈ ബിസിനസ്സിന് കൂടെ നിന്ന് പ്രവർത്തിച്ചത് 2 പേര് മാത്രമാണ്. ഇന്ന് എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ഗ്രേറ്റ് ലീഡർ, ഞങ്ങളുടെ ടീമിലെ തന്നെ റോൾ മോഡലായിക്കൊണ്ടിരിക്കുന്ന യൂനുസ് സാർ, ഇന്ന് ZDC ലെവലിലാണെങ്കിലും തൊട്ട് അടുത്ത് കിടക്കുന്ന STC റാങ്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് അദ്ദേഹം, അതുപോലെ തന്നെ സൈൻദീപ് സാർ. ഇവര് 2 പേര് ആ ബിസിനസ് വളരെ സീരിയസ് ആയി ഏറ്റെടുത്തു. ഇന്ന് എനിക്ക് എന്റെ ഓർഗനൈസേഷൻ 1 1/2 കോടിയിലധികം ബിസിനസ്സാണ് എനിക്ക് ഇവർ 2 പേരും കൊണ്ട് തന്നത്. അപ്പൊ ഞാൻ ചിന്തിക്കുക, പ്രോഗ്രാമിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മടിച്ചു നിന്നാല് ഒരിക്കലും നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയൂല. കാരണം ഇവിടെ ഇന്ന് നമ്മൾ നടക്കാൻ പോകുന്ന ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിന്റെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന, ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ശ്രദ്ധിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്രൗൺ ഡയമണ്ട് മുബീൻ മുഹമ്മദ് സാർ വരുന്ന ഈ പ്രോഗ്രാമിലേക്ക് 600 രൂപയാണ് ടിക്കറ്റിന് വില. അതിന് നമ്മൾ മടിച്ചു കാണിച്ചു നിന്നാല് നമ്മൾ ഈ അവസരത്തിൽ വന്നിട്ട് ഒരുപക്ഷെ നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരത തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും അടുത്ത് നമ്മളൊരു അവസരം കിട്ടിയിട്ട് ആ അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് തീരാ നഷ്ടം തന്നെയാണ്. എവല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം, അതൊരു പക്ഷെ പരിണാമത്തിന്റെ മാറ്റത്തോടു കൂടി മലബാറിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു വിപ്ലവം തന്നെ തീർക്കാൻ പോവുകയാണ്. അതിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെടേണ്ടത്, പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് കാലഘട്ടത്തില്, നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തില് നമ്മുടെ യുവാക്കള് വളരെയധികം നമ്മുടെ ജീവിതത്തെ തന്നെ വളരെ പരീക്ഷണത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. നമുക്കത് കൃത്യമായിട്ട് ജോലിയില്ല, അതുപോലെ തന്നെ ജോലി ഉണ്ടെങ്കിൽ തന്നെ അതിന് കൃത്യമായ ശമ്പളമില്ല. എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് കോർപ്പറേറ്റ് മേഖലയിലൊക്കെ തന്നെ കോമ്പറ്റീഷൻ നിലനിൽക്കുന്ന കാലമാണ്. അപ്പൊ അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ നമുക്ക് നല്ലൊരു അവസരമാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള യുവാക്കള്, പരിചയത്തിലും ഉള്ള യുവാക്കള്, അതുപോലെ തന്നെ പല ഷോപ്പുകളിലും അതുപോലെ തന്നെ പല കമ്പനികളിലും വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു അവസരം അവരുടെ മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ
അവരെയൊക്കെ ആ ഒരു വേദിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന വലിയൊരു ടീം സെറ്റിംഗ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നമുക്കറിയില്ല, ഈ ഒരു ബിസിനസ് വിജയിക്കുന്നത് തന്നെ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത നമ്മുടെ ടീമിന്റെ ശക്തിയിലും ബലത്താലുമാണ്. അപ്പൊ ആ ടീമിനെ ശക്തിയാക്കാനും ആ ടീമിനെ കൂടെ നിർത്താനും കഴിയുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതൊരിക്കലും നമ്മൾ തട്ടിമാറ്റരുത്. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഈ ടിക്കറ്റ് 10, 20 അല്ലെങ്കിൽ 25 ടിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മൾ ടിക്കറ്റ് കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള യുവാക്കൾക്കും അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ജീവിതത്തിൽ വിജയിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടായിരിക്കാം, അതുപോലെ തന്നെ വിജയിച്ചവരുണ്ടായിരിക്കാം. അവരെയൊക്കെ കണ്ടുകൊണ്ടാണ് ടിക്കറ്റ് കൊടുക്കേണ്ടത്. ഒരുപക്ഷെ പലർക്കും അവരോട് ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലീഡേഴ്സിനെ വിളിച്ചുകൊണ്ട് ടിക്കറ്റ് അവർക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആൾക്കാരെയാണ് പരമാവധി നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ഒരു എവല്യൂഷൻ പ്രോഗ്രാമിന്റെ ടിക്കറ്റ് കൊടുത്തുകൊണ്ട് അവരെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ബിസിനസ്സിനെയും വേറെ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. നമുക്കറിയാം, നമ്മൾ ഇവിടെ വിജയിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നതും ഇത്തരം പ്രോഗ്രാമുകൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയവർ തന്നെയാണ്. ഒരുപക്ഷെ ഡയറക്ട് സെല്ലിങ്ങില് നമുക്കറിയാം, ഇന്ന് പഠിച്ചു വന്നവരെന്ന് പറയുന്നത് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമായിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് കൂടെയുള്ളവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഈ ബിസിനസ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് പ്രാവർത്തികമാക്കണമെങ്കിൽ കൂടെയുള്ളവർക്ക് കൃത്യമായിട്ടുള്ള ശമ്പളം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അവരെന്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമുക്ക് നേടിക്കൊടുക്കാൻ കഴിയണം. എന്നതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ സീരിയസ് ആയി വർക്ക് ചെയ്യുന്നവരെ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവരെ അച്ചീവ്മെന്റ് ഉറപ്പിച്ചുകൊണ്ട് അവർ കൃത്യമായിട്ട് ഇതിൽ നിലയുറപ്പിച്ചുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്കും അതുപോലെ തന്നെ നമുക്കും ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും നമുക്ക് അടുത്ത് നിൽക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി യാതൊരു കാരണവശാലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇനി ഒരുപക്ഷെ ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ നമ്മുടെ മലബാർ മേഖലയിൽ തന്നെ ഡയറക്ട് സെല്ലിങ്ങിന്റെ രീതി തന്നെ ഒരുപക്ഷെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇനി വരാൻ പോകുന്ന യുവാക്കളിലേക്കാണ് ഈ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലരുടെ ലീഡേഴ്സിന്റെ ശബ്ദത്തിൽ നിന്ന് അതുപോലെ തന്നെ നമുക്ക് കേൾക്കാനും അറിയാനും കഴിയുന്നുണ്ട്. നമ്മൾ പല മേഖലയും വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് യുവാക്കളിലേക്കാണ് ബിസിനസ് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപക്ഷെ മക്കളുണ്ടായിരിക്കാം, കുടുംബ ബന്ധത്തിലുള്ളവരായിരിക്കാം, ആരായാലും മടിച്ചു നിൽക്കാതെ അവരെ ഈ ഒരു ബിസിനസ്സിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ബിസിനസ്സിൽ നമ്മൾ വേണ്ട രീതിയിൽ വിജയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട്, കാരണം ഒത്തിരി പേര് ഒരുപക്ഷെ നമ്മൾ ഈ ബിസിനസ്സിൽ തുടർച്ചയായി നമ്മൾ കുറച്ചു പേരെ നമ്മളെ മനസ്സിലുണ്ടായിരിക്കാം. പുതുതായിട്ട് വന്നവര് അവരെ പ്രതീക്ഷിച്ചായിരിക്കും ഈ ബിസിനസ്സിലേക്ക് തുടക്കം കുറിച്ചിരിക്കുക. ഒരുപക്ഷെ നമ്മൾ ആദ്യം കാണുന്ന ഏകദേശം ഒരു ഉദാഹരണം പറഞ്ഞ 10 പേര് ഒരുപക്ഷെ നമ്മളെ കൂടെ ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ നമ്മൾ ബിസിനസ്സിൽ വരും. പക്ഷെ അതിൽ നിന്ന് ആ 10 പേര് വന്നിട്ടില്ല എങ്കിൽ പോലും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. അത് നമുക്കിത് പഠിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് എന്ന് കരുതി തൊട്ടടുത്ത ആൾക്കാരിലേക്ക് പോവാം. അങ്ങനെയാണ് ബിസിനസ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തുടക്കം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഒരുപക്ഷെ നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല.
ഈ ബിസിനസ് മനസ്സിലാക്കി പഠിച്ചു വരുന്നവര് അവരാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ കൂടെ എല്ലാ പ്രോഗ്രാമുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള പ്രാദേശികമായിട്ടുള്ള നടക്കുന്ന പ്രോഗ്രാമിലേക്ക് അതുപോലെ തന്നെ GTS ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നവര്, സീരിയസ് ആയി നിൽക്കുന്നവര്, അവരുടെയൊക്കെ റാങ്കുകൾ നമ്മൾ തിട്ടപ്പെടുത്തി അവരൊക്കെ ഒരു അച്ചീവ്മെന്റായി ഈ ഒരു നമ്മുടെ റിവലേഷൻ പ്രോഗ്രാമിലേക്ക് നമ്മളവിടെ എത്തിച്ച് അവരൊക്കെ ഒരു സ്റ്റേജിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഓരോ ലീഡേഴ്സും നടത്തണം. അതിനുള്ള ശ്രമങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ട് നടത്തേണ്ടത്. നമുക്കറിയാലോ, നമുക്ക് ഈ ഒരു പ്രോഗ്രാം തന്നെയാണ് നമ്മളെ ഈ ഒരു ബിസിനസ്സിനെ നമുക്ക് വിജയിക്കാനും നമ്മുടെ കൂടെയുള്ളവരെ വിജയിപ്പിക്കാനും വേണ്ടിയിട്ടുള്ളത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കൂടെ സീരിയസ് ആയി ചെയ്യുന്ന ഓരോരുത്തർക്കും ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാനും അതുപോലെ നമുക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം നമ്മൾക്ക് ഏവരും ആഗ്രഹിക്കുന്നുണ്ട്. അത് നമുക്ക് നേടിയെടുക്കണം. അതിനുള്ള ഒരു അവസരമാണ് ഇനി വരാൻ പോകുന്ന ജനുവരി 13-ാം തീയതി നടക്കുന്ന എവല്യൂഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം. വീണ്ടും പറയാനുള്ളത്, നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത എല്ലാ ഡിസ്ട്രിബ്യൂട്ടർമാരും അവർക്കെല്ലാം ഈ ഒരു അവസരത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഇനി വരാൻ പോകുന്ന നമ്മുടെ SPG ടൈറ്റാൻസിൽ ഇനി നടക്കുന്ന ബെറിസ്റ്റാർ പ്രോഗ്രാമിലേക്ക് പരമാവധി ബെറിസ്റ്റാറുകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അതോടൊപ്പം ഡബിൾ ബെറിസ്റ്റാറുകളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പരമാവധി ആൾക്കാരെ ഇന്ന് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ളവരും ഇനി വരാൻ പോകുന്നവരൊക്കെ ബെറിസ്റ്റാറുകൾ എങ്കിലും ആയിക്കൊണ്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. അടുത്ത് തന്നെ നടക്കാൻ പോകുന്ന ബെറിസ്റ്റാർ പ്രോഗ്രാമിലേക്ക് പരമാവധി ആൾക്കാരെ നമ്മുടെ ടീമിൽ നിന്ന് ഉണ്ടാക്കണം എന്നൊരു വാശി നമുക്ക് ഓരോ ലീഡേഴ്സിനും ഉണ്ടാവണം. അങ്ങനെ ബെറിസ്റ്റാർ, ഡബിൾ ബെറിസ്റ്റാർ, ഫാസ്റ്റ് ട്രാക്കറും ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ TC ആരുടെ ടീമിൽ നിന്നും ഉണ്ടാവും എന്നുള്ള ഒരു വാശി നമുക്ക് എല്ലാവർക്കും വേണം. അപ്പൊ അങ്ങനെ ആ ഒരു വാശിയോട് കൂടി പ്രവർത്തിക്കാൻ പറ്റിയ ഒരു അവസരം, ഒരു സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് വേണ്ട രീതിയിൽ എല്ലാവരും വിനിയോഗിക്കുക. അത് തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു 3 മാസം എന്ന് പറയുന്നത് നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്ലാനിങ്ങോട് കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതേവരെ വന്നതുപോലെയല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് നമ്മുടെ ആ സ്റ്റേജിൽ കയറാനും അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളവരെ വിജയിപ്പിക്കാനും പറ്റുന്ന ഇത്തരത്തിൽ വലിയൊരു പ്രോഗ്രാമാണ് നടക്കാൻ പോകുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും വേണം. അതിനുള്ള പ്രൊമോഷനും അതുപോലെ തന്നെ ടിക്കറ്റ് സെല്ലിങ്ങും വേണ്ട രീതിയിൽ നടത്തണം. നടത്താത്ത സ്ഥലങ്ങളിൽ എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ ചെയ്യുകയും നമുക്ക് കാണേണ്ട നമ്മുടെ നാടില്, നമ്മുടെ വീടിനും ചുറ്റുപാടുമുള്ള ആൾക്കാരെ അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് ബന്ധങ്ങളെയൊക്കെ ഇതിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ജനുവരി 13-ാം തീയതി നടക്കുന്ന എവല്യൂഷൻ എന്നുള്ള ആ ഒരു പ്രോഗ്രാം നമുക്കൊരു റിവല്യൂഷൻ ആക്കി മാറ്റണം. അതിനുള്ള ശ്രമങ്ങളാണ് നാം ഓരോരുത്തരും നടത്തേണ്ടത്. അതിലേക്ക് എല്ലാ ലീഡേഴ്സിനെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു അവസരം എന്റെ കയ്യിൽ കിട്ടി വളരെ ശക്തമായി ചെയ്യുന്നത്, ഒരുപക്ഷെ ഞാൻ 28 വർഷത്തോളം ഗൾഫ് മേഖലയിലാണെങ്കിൽ പോലും അവിടെ ഒന്നും ഇല്ലാത്ത ആ ഒരു സ്വീകാര്യത അത് വളരെ നല്ല രീതിയിൽ എന്റെ ടീമിൽ നിന്നും ലീഡേഴ്സിൽ നിന്നും എന്റെ പാർട്ട്നേഴ്സിൽ നിന്നും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ശക്തമായിട്ട് തന്നെ ഈ ഒരു ബിസിനസ്സിൽ ഉറച്ചു നിൽക്കാനും അതിനുള്ളൊരു കഴിവും തന്റെ ഇടം പഠിച്ചു നമ്പരാൻ എനിക്കും എല്ലാ ലീഡേഴ്സിനും അതുപോലെ തന്നെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടർമാർക്കും അതുപോലെ തന്നെ SPGയിലെ എല്ലാ ടീം അംഗങ്ങൾക്കും പടച്ചറബ് അനുഗ്രഹിച്ച് തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മുടെ
എല്ലാ അസോസിയേറ്റിനും നമ്മൾ ഉദ്ദേശിക്കുന്നതിലപ്പുറം അവർക്കും നമ്മുടെ കൂടെ നിൽക്കാനും അതുപോലെ തന്നെ അതിനുള്ള ആ ഒരു മെയിൻ സെറ്റും എല്ലാം പടച്ചതമ്പുരാൻ തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എന്നെ കൊണ്ടുവന്ന് എനിക്ക് ഇതിന്റെ ബാലപാഠം പഠിപ്പിക്കുകയും അതുപോലെ തന്നെ എന്റെ ടീമിനും ഇന്ന് വളരെ റോൾ മോഡലായിക്കൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ലീഡർ NTC ഗ്രേറ്റ് ലീഡർ ആയിഷ മാഡത്തിന് വളരെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിശാന്ത് സാർ വളരെ ശക്തമായ അദ്ദേഹത്തിന്റെ ആ ഒരു ട്രെയിനിങ്ങിലൂടെയും അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ചാനലിലൂടെയും എനിക്ക് പോകാൻ കഴിഞ്ഞത് കൊണ്ടാണ് എനിക്കും എന്റെ ടീമിനും ഈ 2 വർഷം കൊണ്ട് തന്നെ വളരെ ശക്തമായ രീതിയിൽ മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളത്. നിശാന്ത് സാറിന് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം വരാൻ പോകുന്ന പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് അതിനുള്ള എല്ലാവിധ പ്രയാസങ്ങളും ആണെങ്കിലും മറ്റു സാഹചര്യങ്ങളെല്ലാം നേരിട്ടുകൊണ്ടും അതിനെ മറികടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നിശാന്ത് സാർ അതുപോലെ തന്നെ അൽതാഫ് സാർ മറ്റു RTC ലീഡേഴ്സ് എല്ലാവർക്കും എന്റെയും എന്റെ ടീമിന്റെയും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോയി ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിനെ മലബാർ മേഖലയിൽ തന്നെ വളരെ ശക്തമായ രീതിയിൽ നമുക്ക് മാറ്റം കുറിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നമ്മുടെ യുവാക്കള് നമുക്കൊക്കെ അറിയാം, പല പൈസയുടെ കുറവ് കൊണ്ട് ഒരുപക്ഷെ 10-30 വർഷക്കാലം ഗൾഫിൽ നിന്ന് സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുകയും പക്ഷെ തുടർ പഠനത്തിന് പൈസ ഇല്ലാതെ പഠന വഴിയിൽ ബുദ്ധിമുട്ടി പല യുവാക്കളും പലരുടെയും മക്കളും ഇന്ന് RDM-നും മറ്റും പോലുള്ള തരത്തിലുള്ള ലഹരി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന പല കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ എവിടെയും കുടുങ്ങിപ്പോകാതെ അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വന്തം മക്കളായാലും കുടുംബത്തിലുള്ളവരായാലും അവരെല്ലാം ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊക്കെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയും. അതിനെപ്പറ്റി ഏറ്റവും വലിയൊരു അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള യുവാക്കൾക്ക് അവർക്ക് വേണ്ടത് ഫൈനാൻഷ്യൽ ഫ്രീഡമാണ്. എന്തിനും അവർ റെഡിയാണ്. പക്ഷെ നാം അവരെ ആരെയും കണ്ടിട്ടില്ല. അത്തരത്തിലുള്ള യുവാക്കളെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിൽ ഇതിന്റെ പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് അവരെ അവിടെ എത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് ഒക്കെ പെട്ടെന്ന് വിജയിക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ തുടരണം. നമ്മുടെ കൂടെയുള്ള സീരിയസ് ആയി നിൽക്കുന്നവരെല്ലാവരെയും നമുക്ക് വേണ്ട രീതിയിൽ കെയർ ചെയ്യാൻ കഴിയണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ വിശ്വസിച്ച് വന്നവര് തീർച്ചയായിട്ടും അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടുന്ന അവയർനെസ് കൊടുത്തുകൊണ്ട് അവരെ ഈ ഒരു അവസരത്തിൽ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനം അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയണം. അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഓരോ ലീഡേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇത് തന്നെയാണ് പറയാനുള്ളത്. ഏതായാലും അടുത്ത ജനുവരി 13 നടക്കുന്ന എവല്യൂഷൻ എന്നുള്ള പ്രോഗ്രാമിൽ നമ്മൾ ഓരോരുത്തരും ഓരോ അച്ചീവ്മെന്റായി കയറണം. ഞാനും എന്റെ ടീമും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു അവസരം നമ്മൾ പരമാവധി പ്രൊഫഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം. അതിന് പലർക്കും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഓരോ ലീഡേഴ്സിനെ വിളിച്ചുകൊണ്ട് അവരുടെ അടുത്ത് അവരെ സമീപിക്കുകയും നമ്മൾ ടിക്കറ്റ് സെല്ലിംഗ് നടത്തുകയും വേണം. ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്രാദേശികമായിട്ട് നടക്കുന്ന BOP GTS പരമാവധി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ടിക്കറ്റ് എടുക്കാൻ ആരും മറക്കരുത്, മടിക്കരുത്. ഓരോ ഫാസ്റ്റ് ടാക്കർ ലെവലും അതല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ സ്റ്റാർ ഇവരൊക്കെ തന്നെയും പരമാവധി നമ്മൾ മിനിമം ഒരു 20 പേരെങ്കിലും അല്ലെങ്കിൽ 25 പേരെങ്കിലും നമ്മൾ ഓരോരുത്തരും അവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് വേറെ ലെവലിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അധ്വാനം കുറയും. മറ്റത് നമ്മൾ
1-to-1 വർക്ക് എടുക്കുമ്പോൾ ഓരോ ദിവസവും 1-to-1 വർക്ക് എടുക്കുന്ന സമയത്തും നമ്മളെ എനർജി തീപ്പൊട്ട് പോയിക്കൊണ്ടിരിക്കുക. അത്തരത്തിലുള്ള ആ ഒരു ബുദ്ധിമുട്ടും ഈ ഒരു പ്രോഗ്രാമിലേക്കാണ് എത്തിക്കണമെങ്കിൽ ഉണ്ടാവില്ല. ഷോ ദ പ്ലാൻ എന്ന് പറയുന്ന നമ്മളെ ആ ഒരു കർമ്മം അവിടെ നിറവേറ്റി കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഫോളോ അപ്പ് ആൻഡ് ക്ലോസിംഗ് മാത്രമാണ്. എന്നതുകൊണ്ട് തന്നെ പരമാവധി ആൾക്കാരെ പ്രോഗ്രാമിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് എല്ലാവരും രംഗത്തിറങ്ങുക. അതുപോലെ തന്നെ ഫീൽഡിൽ വർക്ക് ചെയ്യുക. സീരിയസ് ആയി കൂടെ നിൽക്കുന്നവരെ നിർബന്ധമായി വിജയിപ്പിക്കാൻ വേണ്ടുന്ന ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്ലാനിങ് ചെയ്തുകൊണ്ടുള്ള വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും നമുക്ക് രക്ഷിക്കാൻ പറ്റുന്ന ഒരു മേഖലയിലാണ് നമ്മളെ എല്ലാവരും പടച്ച തമ്പുരാൻ എത്തിച്ചിട്ടുള്ളത് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. 2-3 വർഷം അല്ലെങ്കിൽ 3-4 വർഷം നിന്ന് കഴിഞ്ഞാല് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരുന്ന ആ ഒരു മേഖലയാണ് ഡയറക്ടർ, പ്രത്യേകിച്ച് MLFL എന്നുള്ള കമ്പനി. ആ റിഹാബിലിറ്റേഷൻ നമുക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ നിന്നവർക്ക് കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ആ ഒരു ബിസിനസ് സംരംഭം നമുക്ക് ഏവർക്കും നൽകി നമ്മെ എല്ലാവരെയും നമ്മൾ ഉദ്ദേശിക്കുന്നതിലപ്പുറം ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിന നേർന്നുകൊണ്ട് ഈ ഒരു എളിയ സെക്ഷൻ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്ത് അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.